Welcome back to Mad United Football. Manchester United won, West Ham won. So, അടുപ്പിച്ച് രണ്ടാമത്തെ ഗെയിമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ഗെയിമിൽ 10 പേരടങ്ങിയ എവർട്ടനുമായിട്ട് തോറ്റു. ഈ ഗെയിമിലാണെങ്കിൽ വെസ്റ്റ് ഹാമുമായിട്ട് റെലഗേഷൻ ബാറ്റിൽ ചെയ്യുന്ന വെസ്റ്റ് ഹാമുമായിട്ട് ഡ്രോ കൊടുത്തു. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ 2 ഗെയിംസിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന 6 പോയിൻ്റ് നമുക്ക് ആകെ കിട്ടിയെന്ന് പറഞ്ഞാൽ 1 പോയിൻ്റ് മാത്രമാണ്. സോ വളരെയധികം മോശപ്പെട്ടുള്ളൊരു പെർഫോമൻസാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇപ്പം നമ്മളൊരു ഗെയിമിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നമ്മൾ ഗെയിം തുടങ്ങുന്നത് തന്നെ വളരെ സ്ലോ ആയിട്ടാണ് ഗെയിം തുടങ്ങുന്നത്. ആർക്കും ഒരു ഇൻറ്റൻസിറ്റി ഇല്ല, പേർപ്പസ് ഇല്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. പതുക്കെ തട്ടി അങ്ങനത്തെ ഒരു ലെവലിൽ പോകുന്നു. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫ് വരുന്നു, കുറച്ചൊന്ന് കളിച്ച് ഗോൾ സ്കോർ ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നു. പിന്നെ അതിനുശേഷം ഗോൾ വഴങ്ങുന്നു ആൻഡ് ലാസ്റ്റ് കാണികൾ കൂവി കളി അവസാനിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ ഹി ഹാഡ് എ ചാൻസ് ടു റീച്ച് ടോപ്പ് 5. നമ്മുടെ ഒപ്പോണൻസ് എല്ലാവരും മിക്കവരും പോയിൻറ്റ്സൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൊരു വീക്കാണ്. കഴിഞ്ഞ വീക്കിലും ഇതേപോലെ തന്നെയായിരുന്നു. നമുക്ക് 5th പൊസിഷനിൽ കിട്ടേണ്ടിയിരുന്ന സാഹചര്യം നമ്മൾ കൊണ്ട് കളഞ്ഞു കുളിച്ചിട്ട് ഇപ്പോൾ 8th പൊസിഷനിലാണ്. കാരണം ഈ ഒരു സീസൺ വളരെ ടൈറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ കിട്ടേണ്ട പോയിൻറ്റ്സ് നേടിയെടുത്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര അധികം ടീമിനെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഗെയിമിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻസ്. ടീമിൻ്റെ ഗെയിം എന്തായാലും മോശം, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് അത് വീണ്ടും കുളവാക്കി. അത് എങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ 77th മിനിറ്റിലാണെന്ന് തോന്നുന്നു സെർക്സീനെയും മത്യാസ് കുഞ്ഞിനെയും പിൻവലിച്ചിട്ട് മേസൺ മൗണ്ടും ഉഗാർട്ടയും വരുന്നു. അപ്പം നമ്മൾ ആ സമയത്ത് ജസ്റ്റ് ഒരു ഗോൾ ലീഡിൽ മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഗോളും കൂടെ അടിച്ചിട്ട് കളി കൺഫേം ആക്കുകയാണ് വേണ്ടത്. അവിടെ പ്ലേയേഴ്സിനെ വലിച്ചിട്ട് ഇതണക്ക് ഡിഫൻസീവ് മൈൻഡായിട്ടുള്ള ഉഗാർട്ടനെ കൊണ്ടുവരുന്നത്. എന്തിനാണ് ഉഗാർട്ടനെ കൊണ്ടുവരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഹീ ഈസ് വൺ ഓഫ് ആർ വേഴ്സ്റ്റ് പ്ലെയേഴ്സ് ദിസ് സീസൺ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിനെ ഈ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്ന അമർമിൻ്റെ രീതി ഭയങ്കരമായിട്ട് ചോദ്യചിഹ്നമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ബിക്കോസ് ഹീ ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഗെയിം. അമർമിന് കളി മനസ്സിലാക്കാത്ത രീതിയിലാണ് കളി നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഇതിന് മുമ്പത്തുള്ള പല ഗെയിംസിലൊക്കെ ആണെങ്കിലും നമ്മൾ എവർട്ടനുമായിട്ടുള്ള ഗെയിമിലാണെങ്കിൽ പോലും എടുത്തു പറഞ്ഞ കാര്യമാണ്, നമ്മൾ ജയിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും ബാക്ക് 3നെ തന്നെ പരീക്ഷിക്കുന്നു. എന്താ പറയുക, ഒരു മാറ്റവും പ്രോപ്പറായിട്ട് വരുത്തുന്നില്ല. അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് പോലും ഇല്ലാത്ത ഒരു കോച്ചാണ് നമുക്ക് ഉള്ളത്. ബിക്കോസ് നമുക്ക് ജയിക്കണമെങ്കിൽ വി നീഡ് മോർ അറ്റാക്കിംഗ് പ്ലെയേഴ്സ്. ഉള്ള ബാക്ക് 3 ഒരാളെ മാറ്റിയിട്ട് എടുത്ത് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഉള്ള അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ കളഞ്ഞിട്ട് ഡിഫൻസീവ് പ്ലെയറിനെ കൊണ്ടുവരുന്നു. പിന്നെ അതിനുശേഷം ലാസ്റ്റ് ഷോയിനെ മാറ്റിയിട്ട് ലിസാൻഡ്രോ മാർട്ടിനസിനെ കൊണ്ടുവരുന്നു. എന്തിൻ്റെ ആവശ്യമാണ്? ആ സമയത്ത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫോർവേഡ് പ്ലെയറാണ്. ഇപ്പം മെയിനോ ഉണ്ട്, പിന്നെ അക്കാഡമി ഗ്രാജുവേറ്റ് ഷേ ലേസി ഉണ്ട്, വളരെ മികച്ച ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഷേ ലേസിനെ പോലെയുള്ള ഒരു പ്ലെയറിനെ കൊണ്ടുവരേണ്ടിയിരുന്നത്. കാരണം വി ആർ ട്രൈങ് ടു ഗെറ്റ് എ ഗോൾ അല്ലേ. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊരു പ്ലെയറിന് അവനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത്? ഒന്നും നഷ്ടപ്പെടത്തില്ല. പക്ഷേ കൊണ്ടുവന്ന് മികച്ച പ്രകടനത്തിലൂടെ അവൻ ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നെങ്കിൽ അതിൽ വരാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. അത് പക്ഷേ അമറമിൻ്റെ ഒരു മൈൻഡിലില്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമറം ഹി ഡസ് നോട്ട് ട്രസ്റ്റ് ഹിസ് പ്ലെയേഴ്സ്. ഇപ്പം സെൻ ലാമൻസിൻ്റെ കാര്യത്തിൽ അതാണ്. ഗോൾ കീപ്പറായിട്ട് ലെമൻസ് വന്നതിന് ശേഷം എത്രയോ ഗെയിംസ് കഴിഞ്ഞിട്ടാണ് ലെമൻസിനെ കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ അന്ന് പറയുകയും ചെയ്തു, ആ സമയത്ത് ആദ്യത്തെ ഗെയിമിൽ തന്നെ ലെമൻസിനെ കൊണ്ടുവന്ന് ലെമൻസ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് നമുക്ക് ലെമൻസിനെ കാരണം നമ്മൾ വിജയിക്കാനായിട്ടുള്ള സാഹചര്യം വന്നിരുന്നെങ്കിൽ അത് കൊടുക്കുന്ന ഒരു ബൂസ്റ്റ് ഉണ്ട് ഒരു പ്ലെയറിന്, കോൺഫിഡൻസ്. അപ്പോൾ അതൊക്കെ വർദ്ധിച്ചു വരുന്നതാണ്. അപ്പം ലേസി ആണെങ്കിൽ പോലും ഈ ഒരു കളിയിൽ ഇപ്പം ഇറക്കുന്ന സമയത്ത് അമറും പറയുന്നത്, ലേസി പോയി കളിക്ക്, പോയിട്ടൊരു ഗോൾ സ്കോർ ചെയ്യും എന്നുള്ളൊരു ഇത് കൊടുക്കുമ്പോൾ പ്ലെയറിന് കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട്. അപ്പം അങ്ങനത്തെ രീതി ഒന്നും അമറമിനില്ല. ഹി ഡസ് നോട്ട് ട്രസ്റ്റ് ഹിസ് പ്ലെയേഴ്സ്, ഹി ഡസ് നോട്ട് ടേക്ക് റിസ്ക്. വളരെ സേഫായിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടി അങ്ങ് പോകുന്നൊരു കോച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അമറം. ഹി നീഡ്സ് ടു വർക്ക് മോർ ഓൺ ദാറ്റ്. പ്ലെയേഴ്സിനൊരു ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഉണ്ട്. ഈ ഒരു സീസണിൽ നമുക്ക് ഒരു ക്ലീൻ ഷീറ്റേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുമ്പോൾ
ലൈക്ക് വാട്ട് ഡസ് അമറും തിങ്ക്? ഒരു ഗോളിൻ്റെ ഒരു ലീഡിൽ വെച്ചിട്ട് കളി അങ്ങ് അവസാനിപ്പിക്കാമെന്ന് അമറും ചിന്തിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഇഫ് ഹി തോട്ട് ദാറ്റ് ഹി ഈസ് റോങ്. കാരണം ഏത് നിമിഷവും എതിർ ടീം നമുക്കെതിരെ ഗോൾ സ്കോർ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ വി നീഡ് players who are attacking is the best defense. So when we attack we are also defending, right? അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വി നീഡഡ് ദാറ്റ് എക്സ്ട്രാ ഗോൾ. അത് സംഭവിച്ചില്ല. അതിന് പകരം നമ്മൾ വീണ്ടും ഡിഫൻസ് പ്ലെയറിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അവരുടെ അറ്റാക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നത്. പിന്നെ അവർ ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ലിസാൻഡ്രോ മാർട്ടിനസിനെ ഇറക്കുന്നു. സോ ഓൾ ദീ സബ്സ്റ്റിറ്റ്യൂഷൻസ് മെയ്ഡ് നോ സെൻസ്. പിന്നെ എംബൂമോയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് ഗെയിംസായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹീസ് ഹാവിങ് എ ഡിപ്പ് ഇൻ ഫോം. അത് സംഭവിക്കാനായിട്ടുള്ള കാരണം അമ്മാദുമായിട്ടുള്ള ഒരു കണക്ഷൻ്റെ അകത്ത് എന്തോ ഒരു പാളിച്ച സംഭവിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ്. കാരണം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എംബൂമോ ചില റൺസ് മേക്ക് ചെയ്യുന്നുണ്ട്. ഫ്രീ സ്പേസ് കിട്ടിയിട്ട് അങ്ങോട്ട് റൺ മേക്ക് ചെയ്യുമ്പോൾ അമ്മാദിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടുന്ന പാസുകൾ ആ സമയത്ത് വരുന്നില്ല. അമ്മാദ് അപ്പോഴത്തേന് ബോൾ ഹോൾഡ് ചെയ്തിട്ട് പിന്നെയും അകത്തോട്ട് എടുത്തിട്ട് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേന് എംബൂമോ ഒരു റൗണ്ട് അടിച്ചിട്ട് വീണ്ടും ഈ പൊസിഷനിലേക്ക് വരുന്നു. അപ്പം അത് ഒരു 2-3 പ്രാവശ്യം അങ്ങനെ റെഗുലറായിട്ട് സംഭവിക്കുന്നു. അപ്പം ഹീസ് ട്രൈങ് ടു ക്രിയേറ്റ് സ്പേസ്. അതിലേക്ക് ആ സ്പേസിൻ്റെ അകത്തോട്ട് ഓടി കയറാൻ ശ്രമിക്കുമ്പോൾ പാസ്സാണ് അവിടെ വരേണ്ടത്. പ്രോപ്പർ പാസ് അമ്മാദിൻ്റെ കയ്യിൽ നിന്ന് വരുന്നില്ല. ആൻഡ് അമ്മാദ് ഇസ് ഓൾസോ സ്ലോയിങ് ദ ഗെയിം ഡൗൺ. അപ്പോൾ ഇവർ തമ്മിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു കണക്ഷൻ ഒക്കെ നഷ്ടപ്പെട്ടു. ആൻഡ് അമ്മാദ് പ്ലേയേഴ്സിനെ മുമ്പ് 1-on-1 ബീറ്റൊക്കെ ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും അമ്മാദിൻ്റെ കയ്യിൽ നിന്ന് വരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് തമ്മിൽ ലഭിക്കാതെ വരുന്നതോടുകൂടി എംബൂമോയുടെ ഒരു നാച്ചുറൽ ഗെയിം അവിടെ നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ എടുത്ത് പറയണമെന്ന് വെച്ചാൽ മത്യാസ് കുന്യ 2 ഗെയിം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം കുന്യ ഫസ്റ്റ് 11 കളിക്കേണ്ട ഒരു പ്ലെയർ ആയിരുന്നു എന്ന് ചോദിച്ചിരുന്നാൽ എനിക്ക് സംശയമുണ്ട്. ബിക്കോസ് 2 ഗെയിം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇച്ചിരി റസ്റ്റിനെസ് ഒക്കെ കാണും. അപ്പോൾ ഒരു സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു പ്ലെയറിനെ കൊണ്ടുവരേണ്ടിയിരുന്നത്. മൗണ്ട് കഴിഞ്ഞ ഗെയിമിൽ സ്കോറൊക്കെ ചെയ്തിട്ട് ആത്മവിശ്വാസത്തിൽ ഇരിക്കുന്ന ഒരു പ്ലെയറാണ്. സോ ഹീ നീഡ് ടു പ്ലേ. പ്രത്യേകിച്ച് എന്താ പറയുക, സെസ്കോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഫ്രണ്ടിൽ ഈ ഒരു പൊസിഷൻ മൗണ്ടിന് തന്നെ ഉള്ളതാണ്. സോ ലെറ്റ് ഹിം പ്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് മത്യാസ് കുന്യ വന്നാൽ മതിയായിരുന്നു. ബട്ട് ഹി ഡിഡ് നോട്ട് ഡു ദാറ്റ്. അപ്പം ഈ ടീം ഇങ്ങനെ എപ്പോഴും മാറ്റി വെച്ച് ടീമിൻ്റെ ആ ഒരു ബാലൻസ് തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പിന്നെ ഡിഫൻസിൽ എയ്ഡൻ ഹെവൻ ഫസ്റ്റ് 11 ആദ്യമായിട്ടാണ് കളിക്കാൻ ചാൻസ് കിട്ടുന്നത്. അതും അവനെ പിടിച്ചു കൊണ്ടുപോയി നടുക്കാണ് ഇട്ടിരിക്കുന്നത്. അവൻ്റെ നാച്ചുറൽ പൊസിഷൻ അല്ല. അവൻ ലെഫ്റ്റ് കളിക്കുന്ന ബാക്ക് 3-ൽ ലെഫ്റ്റ് കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ ആ പ്ലെയറിനെ കൊണ്ടുപോയിട്ട് നടുക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് ഇടുക. അപ്പോൾ അവന് നാച്ചുറൽ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുവഴിയാണ് അവൻ ഫസ്റ്റ് 10th മിനിറ്റിൻ്റെ അകത്ത് തന്നെ യെല്ലോ കാർഡ് വാങ്ങിച്ചിട്ട് പോകുന്നത്. പിന്നെ ഹാഫ് ആയപ്പോൾ അവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹീസ് ഡ്രോപ്ഡ് ഇൻ കോൺഫിഡൻസ്. കാരണം അവനൊരു നല്ലൊരു ഗെയിം ലഭിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൻ കൊച്ചു പയ്യനാണ്, ഇത്രയും ചെറിയ പ്രായത്തിൽ കളിക്കുന്ന പയ്യനാണ്. അപ്പം സോ പുട്ടുമിനസ് നാച്ചുറൽ പൊസിഷൻ ആ ലെഫ്റ്റിൽ ഇട്ട് കളിക്കുക. അപ്പം ഈ കൂടെ പ്ലേ ഈസ് ടിങ്കറിങ് വിത്ത് ദ ടീം എ ലോട്ട്. അമറും ചുമ്മായിട്ട് ടീമിനെ മാറ്റി പരീക്ഷിച്ച് ആ ടീമിൻ്റെ ബാലൻസ് തന്നെ നഷ്ടപ്പെടും. ഈ പ്ലെയേഴ്സിന് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഇല്ല. പിന്നെ ഈ പ്ലെയേഴ്സിന് എല്ലാവരെയും ഔട്ട് ഓഫ് പൊസിഷനാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഷോ ആയാലും ബ്രൂണോ ആയാലും പിന്നെ അമ്മാദ് ആയാലും ഇവരെല്ലാം ഔട്ട് ഓഫ് പൊസിഷനിലാണ് അവരുടെ കളി. അപ്പം അതുകൊണ്ടെന്താ ഇവരുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്സ് അവർക്ക് വർക്ക് ആവുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഹെൽപ്പിംഗ് ദ ടീം. എനിക്ക് തോന്നുന്നു ബ്രൂണോ ടീം വിട്ട് പോകുമ്പോൾ ആൾക്കാരെല്ലാവരും ബ്രൂണോനെ ഇറങ്ങിപ്പോ അങ്ങനത്തെ ഉള്ളൊരു രീതിയിൽ പ്രാക്ടിയായിരിക്കും പോകാനായിട്ട് സാധ്യത. അതിൻ്റെ ഉള്ള കാരണം അമറും തന്നെയാണ്. കാരണം ഒരു ലെജൻഡായിട്ട് ടീം വിട്ട് പോകേണ്ടുന്ന ഒരു പ്ലെയറാണ്. ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് കളിച്ച് അസിസ്റ്റും ഗോളും എല്ലാം സ്കോർ ചെയ്തിട്ടൊരു പ്ലെയറിനെ അവൻ്റെ നാച്ചുറൽ പൊസിഷനിൽ കളിപ്പിക്കാതെ ഈ ഡബിൾ പിവട്ടിട്ട് കളിപ്പിച്ച് ലൈക്ക് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഹെൽപ്പ് ദ ടീം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ടീം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബ്രൂണോ ഇവിടെ നിന്ന് പോകുമ്പോൾ എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ള ലെവലിലേക്ക് ഫാൻസിൻ്റെ മൈൻഡ് എത്തും എന്നാണ് തോന്നുന്നത്. റാദർ ദാൻ ആ ഫ്രണ്ട് പൊസിഷനിൽ കളിപ്പിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ആൾക്കാർ ബ്രൂണോ പോകുമ്പം എന്താ പറയുക താങ്ക് യു പറഞ്ഞിട്ട് വിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അമറുമിൻ്റെ രീതി വെച്ചിട്ട് അത് നടക്കുമോ എന്ന് അറിഞ്ഞുകൂടാം. ആൻഡ് നമുക്കൊരു വീക്കാണ് ടൈം കിട്ടുന്നത് കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഈ വീക്കിൽ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തമില്ല.
ഒരു കളിയിൽ ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ ലോങ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുക, ഒരു ലക്ഷ്യമില്ലാതെ ലോങ് ബോൾ കളിക്കുക, പിന്നെ അത് വെച്ചിട്ട് ഒരു ഔട്ട്പുട്ടും കിട്ടുന്നില്ല. സോ വൈ നോട്ട് ഹാവ് എ പാറ്റേൺ ഓഫ് പ്ലേ? ഒരു ഗെയിം സ്ട്രാറ്റജി വെച്ചിട്ട് പാസ് ചെയ്തിട്ടുള്ള ഗെയിം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് മിഡ് വീക്ക് പ്രത്യേകിച്ച് കളിയില്ലാത്തൊരു ടീമിന് ഒരാഴ്ച ആണ് ടൈം കിട്ടുന്നത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്പിംഗ് ദി ടീം അറ്റ് ഓൾ. അത് അമറിമിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോ അതോ പ്ലെയേഴ്സ് ആ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും അറിയത്തില്ല. കാരണം പ്രത്യേകിച്ച് പ്ലെയേഴ്സ് ഔട്ട് ഓഫ് പൊസിഷനാണ് കളിക്കുന്നത്. അപ്പം അവർക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആണ്. ഒരു പ്ലെയർ ഫോർ എക്സാമ്പിൾ ഈ ബോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഏത് പൊസിഷനിൽ നിൽക്കണം, അല്ലെങ്കിൽ ആ പ്ലെയർ കട്ട് ചെയ്ത് ഓടുമ്പോൾ ഞാൻ ഏത് രീതിയിൽ നിൽക്കണം എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ഈ പ്ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് എല്ലാം ഉണ്ട്. കാരണം പല രീതിയിലാണ് പ്ലെയേഴ്സ് നിൽക്കുന്നത്. ഇപ്പോൾ ബ്രൂണോ ഒക്കെ ആണെങ്കിലും ഡബിൾ പിവോട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രൂണോ ഞാൻ നോക്കുന്ന പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഡിഫൻഡറിനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആൻഡ് അപ്പോൾ ഈ ഒരു സ്പേസ് ഫുള്ള് ഓപ്പൺ അപ്പ് ആയിട്ട് നിൽക്കുന്നു. അത് ബ്രൂണോ ചെയ്യേണ്ട കാര്യമല്ല. ബ്രൂണോ ഡബിൾ പിവോട്ട് കളിക്കുമ്പോൾ ആ മിഡാണ് ബ്രൂണോ നോക്കേണ്ട ഒരു സ്പേസ്. സോ അപ്പം പ്ലെയേഴ്സ് അവർ നാച്ചുറലായിട്ടുള്ള ഗെയിം കളിക്കാതെ വരുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്, ടീമിനെ അത് ബാധിക്കുകയും ചെയ്യുന്നു. സോ അമറും നീഡ്സ് ടു ഡു ബെറ്റർ. എൻ്റെ ഇതിൽ ഹി നീഡ്സ് ടു വർക്ക് എ ലോട്ട്. പിന്നെ സൈഡ് പാസസിൻ്റെ കളിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ. പാസ്സാണ്, ലെഫ്റ്റിൽ നിന്ന് പാസ് ചെയ്ത് റൈറ്റ് പോവുക, റൈറ്റിൽ നിന്ന് കറക്റ്റ് ലെഫ്റ്റ് പോവുക, ഇങ്ങനെ സൈഡ് പാസസ് ആണ്. ഒരു ത്രൂ പാസോ പെനിട്രേറ്റിംഗ് പാസോ ഒന്നും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ ലോ ബ്ലോക്ക് നിൽക്കുന്ന ടീമിനെതിരെ നമ്മൾ ഈ ടോപ്പ് ടീംസുമായിട്ട് കളിക്കുമ്പോൾ അവരായിരിക്കും കൂടുതൽ അറ്റാക്കിങ്. ആൻഡ് നമ്മൾ എന്താ പറയുക കൗണ്ടർ അറ്റാക്കിൽ നിൽക്കുന്ന സമയത്ത് നമുക്കതൊരു ഫേവറബിൾ ആണ്. പക്ഷേ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമിനെ അവരുടെ ബ്ലോക്ക് പൊട്ടിക്കാനായിട്ടുള്ള ഒന്നും നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പ്രത്യേകിച്ച് ഇല്ല എന്ന് വേണം എടുത്ത് പറയാനായിട്ട്. പിന്നെ ആഫ്കോൺ വരുന്നു. ആഫ്കോൺ വന്നു കഴിയുമ്പം ഒരു സൈഡ് മൊത്തത്തിലങ്ങ് പോകും. എംബൂമോ പിന്നെ അമാദും പിന്നെ മസറാവിയും ഒരു റൈറ്റ് സൈഡ് മൊത്തത്തിലങ്ങ് പോയി കഴിയുമ്പോൾ നമ്മുടെ ടീമിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഉള്ള സാഹചര്യം വെച്ചിട്ട് വി ആർ നോട്ട് പ്ലേയിങ് വെൽ. അപ്പം 3 പേര് ഒറ്റയടിക്ക് പോയി കഴിഞ്ഞിരുന്നാൽ ബാലൻസ് മൊത്തത്തിൽ പോവും. ആൻഡ് ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്ന് എത്ര പൊസിഷൻ താഴോട്ട് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് വേണം നമുക്ക് കാണാനായിട്ട്. ഈ ഒരു സീസണിൻ്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഐ ആം സ്ലോലി ലൂസിങ് കോൺഫിഡൻസ് ഇൻ അമറിമിനുള്ളൊരു വിശ്വാസം കുറച്ച് രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ഒരു തോന്നലാണ് എനിക്കുള്ളത്. കാരണം ഒരു രീതിയിലും ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഹീ ഈസ് വെരി ആഡമൻറ്റ്, ഇങ്ങനെ ഞാൻ കളിക്കൂ, ഇതാണ് എൻ്റെ സിസ്റ്റം, അതിനനുസരിച്ച് നിങ്ങൾ വരണം. എപ്പോഴും പ്ലെയേഴ്സിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ അമറും ചെയ്യുന്ന പ്രശ്നങ്ങളിലൊന്നും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. പ്ലെയേഴ്സ് അങ്ങനെ ചെയ്യുന്നില്ല, പ്ലെയേഴ്സ് ഇത് ചെയ്യുന്നില്ല, മറ്റേതാണ് മറിച്ചാണ്. പ്ലെയേഴ്സിൻ്റെ കളിക്കുന്ന സ്ട്രെങ്ത്തിനനുസരിച്ച് കളിപ്പിക്കാതിരുന്നാൽ എങ്ങനെയാണ് എത്തുന്നത്? സോ അമറും ഹി നീഡ്സ് ടു ഡു ബെറ്റർ. എനിക്കൊന്ന് ഈ ഒരു സീസണിൽ കൂടെ നമുക്ക് യൂറോപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സീസൺ ആകുമ്പോൾ അത് ഭയങ്കര അധികം ബാധിക്കും. പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തെ ഒരു ടീം, അതായത് ഇത്രയധികം ബഡ്ജറ്റിൽ ഓടുന്ന ഒരു ടീമിന് യൂറോപ്പ് പൊസിഷനിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി ബാഡ് ഫോർ ദ ടീം. പ്രത്യേകിച്ച് നല്ല സൈനിങ്സ് ഒന്നും വരാത്തൊരു സാഹചര്യം വരും. സോ ചാമ്പ്യൻസ് ലീഗ് കിട്ടിയാൽ വളരെ നല്ലത്. യൂറോപ്പ അറ്റ്ലീസ്റ്റ് കിട്ടിക്കഴിഞ്ഞിരുന്നാൽ വി ക്യാൻ ബ്രിങ് ഇൻ പ്ലെയേഴ്സ്. അല്ലെങ്കിൽ പ്ലെയേഴ്സ് പോലും ഇങ്ങോട്ടേക്ക് വരത്തില്ല. ഇപ്പം എലിയട്ട് ആൻഡേഴ്സണോ ആഡം വാട്ടൺ ഇവരൊക്കെ വരണമെങ്കിൽ ദേ നീഡ് യൂറോപ്പ് ഗെയിംസ് ഉണ്ടെങ്കിലേ ഇവർ വരത്തുള്ളൂ. കാരണം അത് ഓഫർ ചെയ്യുന്ന പല ടീംസുകളും ഇവരെ നോക്കി വരുന്നുണ്ടാവും. സോ ദേ വിൽ ഡെഫിനറ്റ്ലി ഗോ ദെയർ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ഉറപ്പായിട്ടും വരാത്തൊരു സാഹചര്യം ഉണ്ടാവും. സോ അമറും നീഡ്സ് ടു ഡു ബെറ്റർ. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് വുൾസുമായിട്ടുള്ള ഗെയിമാണ്. അതും അവർ 2 പോയിൻ്റേ ഉള്ളൂ. ഇന്നേവരേക്കൊരു ജയം കിട്ടിയിട്ടില്ലാത്തൊരു ടീമാണ് വുൾസ്. അപ്പോൾ വുൾസിന് ആദ്യത്തെ വിജയം നൽകാനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിൽക്കുമോ എന്നുള്ളതും എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം നമ്മൾ എല്ലാവർക്കും ദാനം കൊടുക്കുന്ന ടീമാണ്. നല്ല വലിയ ടീമിനെതിരെ കളിക്കും, ചെറിയ ടീമിന് എല്ലാവർക്കും കുറച്ച് വെച്ചോ എന്നുള്ള രീതിയിൽ പോയിൻറ്റ്സ് ദാനം ചെയ്യുന്നൊരു ടീമാണ്. സോ വുൾസിൻ്റെ ആദ്യത്തെ വിജയം കൊടുക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാതില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ ഫോർ ദിസ് വീഡിയോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.